ഫിലിം സ്കൂളിൽ പോയത് എഡിറ്റിംഗ് പഠിക്കാനാണ്. ഞാൻ ആക്ച്വലി സിനിമോഗ്രാഫിയാണ് 2-3 പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ടൊരു എനിക്കൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകൾക്കാണ് കൂടുതൽ വാല്യൂ ഉള്ളത്. പഠിച്ചു വെച്ച കാര്യങ്ങൾ പലതും അൺലേൺ ചെയ്ത് പുതിയതായിട്ട് എന്തെങ്കിലും ലേൺ ചെയ്യാനുണ്ടോ? അതിനകത്ത് മനുഷ്യൻ എപ്പോഴും എല്ലാ കാലത്തും സ്വാർത്ഥരാണ്. ഒരു സിനിമ ഒരു വർക്ക് ഓഫ് ആർട്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ക്രിയേറ്റ് എ ഡിബേറ്റ്. മലയാളത്തിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രഗത്ഭനായ ഒരു സിനിമാക്കാരൻ. അദ്ദേഹത്തെ ഏത് പദവി കൊണ്ട് വിശേഷിപ്പിക്കണം എന്നുള്ളത് എനിക്ക് സംശയമാണ്. മികച്ച സംവിധായകൻ, തിരക്കഥാകൃത്ത്, എഡിറ്റർ, സിനിമാറ്റോഗ്രാഫർ എന്നീ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ മഹേഷ് നാരായണനാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. മഹേഷ് നാരായണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, തന്റെ ഫിലിം കരിയറിൽ ഒരുപാട് തസ്തികകളുണ്ടെന്ന് പറയും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഇതിൽ ഏത് റോളാണ് എൻജോയ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത്? എല്ലാം അങ്ങനെ കൃത്യം ഇത് ഇന്നത് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പോഴും കഥ പറയാൻ ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ. ഞാൻ ഫിലിം സ്കൂളിൽ പോയത് എഡിറ്റിംഗ് പഠിക്കാനാണ്. ഞാൻ ആക്ച്വലി സിനിമോഗ്രാഫിയാണ് 2-3 പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. കിട്ടുന്നില്ലായിരുന്നില്ല. അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് ഞാൻ വീണ്ടും കൽക്കട്ടയിലും പൂനെയിലും അടയാറും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എഡിറ്റിങ്ങിന് അഡ്മിഷൻ തരുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എഡിറ്റിങ്ങിന് പോയി പഠിക്കുന്നതിനോടൊപ്പം തന്നെ അപ്പോഴാണ് നമുക്ക് ഈ കഥ കൂടുതൽ പറയാനുള്ളൊരു എഡിറ്റിംഗ് ടേബിൾ ആണെന്നൊക്കെ ഉള്ളത്. അതുവരെ ഞാൻ എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടെക്നോളജിയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് ഡിജിറ്റൽ മീഡിയം വന്നു തുടങ്ങിയിട്ട് TV ഉണ്ട്, പക്ഷേ അതിനോടൊപ്പം തന്നെ സെല്ലുവേഡ് തന്നെയാണ്, ഫിലിം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാലത്ത് അവിടുന്ന് പുറത്തിറങ്ങി പിന്നെ നാച്ചുറലി കുറച്ചുകൂടെ ഡോക്യുമെൻ്ററി നേച്ചറിലുള്ള സിനിമകളിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഏതൊരു മനുഷ്യനും ഒരു സ്റ്റേജ് എത്തും, നമുക്കൊരു നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് എനിക്കൊന്ന് എഴുത്തിലേക്കൊക്കെ കൂടുതൽ തിരിയാനൊക്കെ ആയിട്ടുള്ളൊരു അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എനിക്ക് തോന്നുന്നു എഡിറ്റിംഗ് തന്നെയാണ്. എഡിറ്റിങ്ങിൽ നിന്ന് പിന്നെ സ്ക്രിപ്റ്റുകളുടെ ചർച്ചകൾ, പിന്നെ എഴുത്തുകാരായിട്ടുള്ള കുറച്ചുകൂടെ ഒരു സൗഹൃദം, അവരുമായിട്ടുള്ള ഇടപഴകൽ, അതെല്ലാം കുറച്ചുകൂടെയൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. പിന്നെ സിനിമോഗ്രാഫിയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ പഠിക്കാൻ ആഗ്രഹിച്ചൊരു സംഭവം കാലക്രമേണ പഠിക്കുന്നു, പിന്നെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പിന്നെ അത് ചെയ്യാനുള്ളൊരു അവസരങ്ങളുണ്ടാകുന്നു. അങ്ങനെ അതൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ ഇനി അങ്ങോട്ടൊരു എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകൾക്കാണ് കൂടുതൽ വാല്യൂ എനിക്ക് തോന്നുന്നു. എല്ലാം ചെയ്യാനുള്ളൊരു ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. സാർ കുറച്ച് നാൾ മുമ്പ് SJCC വന്നപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നപ്പം സാർ പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡിപ്ലോമ പ്രൊജക്ട് ഒക്കെ കഴിഞ്ഞ് 5.5 വർഷത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, എടാ നമ്മുടെ സിനിമയൊക്കെ വേണോ, നമുക്ക് വേറെ പണിക്ക് പോയാലോ എന്ന്. അതുപോലെ തന്നെ സാർ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല, സിനിമയിലേക്കുള്ള യാത്ര. അതിപ്പം പലർക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം സാറിന്റെ ആ ജേർണി എങ്ങനെയായിരുന്നു? അത് കുറച്ച് വാക്കുകളിൽ നമ്മളോട് പറയുവാണെങ്കിൽ ഇപ്പം നമ്മളെ പോലത്തുള്ള സിനിമാ പ്രേമികൾക്ക് അത് നല്ലൊരു ഇൻസ്പിറേഷൻ. ഞാനൊരു ഈ പറഞ്ഞില്ല, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്ന സമയത്ത് തന്നെ എനിക്ക് സെക്കൻഡ് ഇയർ തൊട്ടൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കേരളത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. എഡിറ്ററായിട്ടല്ല, പലതരം ജോലികളിലായിട്ട്. അതിപ്പോൾ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ടും ടെലിവിഷൻ പരിപാടികൾക്കും ഒക്കെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സമയത്ത് ഫിലിം സ്കൂളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഡോക്യുമെൻ്ററികൾ എഡിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഒരു കുറച്ചുകൂടെ ഫിലിം സ്കൂളിൽ നിന്ന് വരുന്നൊരു എഡിറ്റർ എന്ന് പറയുന്ന സമയത്ത് ആ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം സിനിമകളൊന്നും ആരും കൊടുക്കത്തായത്. കാരണം ഇവരൊക്കെ കുറച്ച് ബുദ്ധിജീവി ലെവലിലുള്ള ആളുകളാണ്, ഇവർ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. അതൊക്കെ ഇപ്പോൾ പോയി, അതൊക്കെ ഇല്ല. പക്ഷേ അന്ന് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടി ഡോക്യുമെൻ്ററി നേച്ചറിലുള്ള ഡോക്യുമെൻ്ററികൾക്ക് കുറച്ചുകൂടെയൊക്കെ കാരണം അതിൽ കുറച്ചുകൂടി അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ചധികം മെറ്റീരിയൽസ് കാണാനുണ്ട്, ഒരു കഥ ഉണ്ടാക്കിയെടുക്കണം, അതിനകത്തൊരു അപ്പോൾ അതിനൊരു ഒരു ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം അപ്പം കുറച്ചുകൂടി നമുക്ക് സമയമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു കാലത്ത് അങ്ങനെ അത്തരം പരിപാടികളിലൂടെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായി. പിന്നെ ആ സൗഹൃദം വേറൊരു തലത്ത് അങ്ങനെ ഇതൊരു ഈ പറഞ്ഞ പോലെ നമ്മൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് മനുഷ്യർ ഒരുമിച്ച് ഇടപഴകുമ്പോഴാണല്ലോ പലപ്പോഴും ഉണ്ടായി വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് കുറച്ചുകൂടെ അക്കാഡമിക് ആയിട്ടുള്ള സിനിമകളിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതും. പിന്നെ അത്തരം സിനിമകളിൽ നിന്ന് പിന്നെ മെയിൻ സ്ട്രീമിലേക്ക് വരുന്ന സമയത്ത് മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് പോലും ഈ പറഞ്ഞ പോലെ ആക്സിഡൻ്റലി എത്തിപ്പെട്ടതാണ്. അങ്ങനെ അതും ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചില സാധനങ്ങളാണ്. അപ്പോൾ അവർക്കും ഇയാളെ കൊണ്ട് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യിക്കാൻ പറ്റുമോ, ഇയാളുടെ കുറച്ചുകൂടെ ഇയാൾ കൂടുതൽ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമോ, ലോജിക്കൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയൊന്നും നമുക്കില്ല. ഞാൻ പറയുന്നത് ഞാനിപ്പോൾ എല്ലാത്തരം സിനിമകളും എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പം എല്ലാം ചെയ്യണം, എല്ലാം ഇഷ്ടപ്പെടണം. നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനോട് പൂർണ്ണമായും ആത്മാർത്ഥമായിട്ട് എന്താ പറയുന്നത്,
അതിനകത്തും എല്ലാം ഉണ്ട്. അതും കഥ, ഇപ്പം മെയിൻ സ്ട്രീം സിനിമയും കഥ തന്നെയാണല്ലോ. ആളുകളെ ഏറ്റവും കൂടുതൽ രസിപ്പിക്കുകയും എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യുന്നൊരു സിനിമ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പൂർണ്ണമായും നീതി പുലർത്തുക എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു സാച്ചുറേഷൻ എത്തും. കാരണം നമ്മൾ ചെയ്ത് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും, ഓക്കെ ഇത് ഒരേ സാധനങ്ങൾ ചെയ്യുകയാണ്, പിന്നെ വീണ്ടും അടുത്ത എന്തെങ്കിലോട്ടും മാറണം, പുതിയ സിനിമയുടെ ഭാഷ മാറി തുടങ്ങുന്നൊരു കാലഘട്ടം. അവിടെയൊക്കെ വരുന്ന കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ഇന്ന് സോഷ്യൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന പദങ്ങൾക്ക് പകരം ഫിസിക്കൽ ഹ്യൂമൻ ടു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക്, അതായത് സിനിമ മാത്രം സംസാരിക്കുന്ന രീതിയിലല്ലാതെ സിനിമയ്ക്കപ്പുറം മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ചില യാത്രകൾ പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില കൂട്ടായ്മകളിൽ നിന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പം സാർ വിശ്വരൂപത്തിന്റെ എഡിറ്റിങ്ങിനായിട്ട് കമൽ സാറിനെ വിളിച്ചപ്പോഴേക്കും സാർ സന്തോഷമുണ്ട്, അതേപോലെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൽ സാറിനെ അപ്രോച്ച് ചെയ്തപ്പം സാർ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്, സാർ എനിക്ക് പേടിയായിരുന്നു. അപ്പൊ കമൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേടി ഒരു ടെക്നീഷ്യന് നല്ലതാണ്. ഫിയർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഞാൻ ആ സമയത്ത് ഓവർ കമ്മിറ്റഡ് ആയിരുന്നു. കാരണം പല സിനിമകളും മലയാളത്തിൽ കമ്മിറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഇതിനിടയിലൂടെ പോയി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഇത്രയും സമയം യാത്ര ചെയ്യുക, അത് 3 ഭാഷയിൽ ചിത്രീകരിക്കുന്നൊരു സിനിമ, അറിയാത്ത ടെറിട്ടറി. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഫിയർ ഉണ്ടാവും. ആ ഫിയർ ഇന്ന് ഞാനിപ്പോൾ ഒരു പടം എഡിറ്റ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഞാൻ ആ ഫിയറോടുകൂടി തന്നെ ഇരിക്കുന്നത്. കാരണം ഞാനൊരു സംവിധായകനെ അറിയാത്തൊരു സംവിധായകനാണെങ്കിൽ ഞാൻ ആ സംവിധായകനെ എന്താ പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണെന്ന് മനസ്സിലാകുന്നവരെ എനിക്ക് ഫിയർ തന്നെയാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ശൈലി എന്താണ്, എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റുക. അതായത് ഒരു എഡിറ്റർ എന്നുള്ള ലെവലിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ അദ്ദേഹം കണ്ട വിഷനെ ഞാൻ മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ദർ ഇസ് നോ പോയിൻറ്റ്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഒരു ഫിലിം മേക്കറായിട്ട് തന്നെ ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെയുള്ള ഒരു എനിക്ക് തോന്നുന്നു 2010 തൊട്ടുള്ള ആ ഒരു സംഭവം ഞങ്ങൾ ഇന്നും ആ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ തന്നെയാണ്. അതെവിടെയോ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേയധികം കാര്യങ്ങൾ നമ്മളിലേക്ക് പുതുതായിട്ട് എത്തുന്നു. ഇപ്പം ഞാൻ ഒരു സിനിമോഗ്രാഫി പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയ ഒരാൾക്ക് എനിക്ക് സിനിമോഗ്രാഫി സീറ്റ് കിട്ടാതിരുന്ന ആളാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയത് കമൽ സാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു വിശ്വരൂപത്തിൻ്റെ സമയത്തൊക്കെയാണ് ഞാനൊരു ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, കുറേ അധികം നാൾ നമ്മളൊരു മനുഷ്യൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിലുള്ള പല കാര്യങ്ങളും അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് നിന്ന് കല എന്ന് പറഞ്ഞൊരു സാധനം വേർതിരിച്ച് എടുത്ത് ഡൈസെക്റ്റ് ചെയ്ത് അതിനകത്തുനിന്ന് ഓക്കെ ഇയാളുടെ ഫാക്കൽറ്റീസിനകത്ത് ഇയാളുടെ ബ്രെയിനുകൾ എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇയാളെ ഏത് തരത്തിലേക്കാണ് ഇയാളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ആളുകൾക്ക് ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ. ആ പ്രക്രിയ തുടരണം. അതിൻ്റെ ഏറ്റവും വലിയ പ്രൈമറി നീഡാണ് ലേണിംഗ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ചലച്ചിത്ര വിദ്യാർത്ഥിയായിട്ട് എന്നും ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, ഇപ്പോൾ കോവിഡ് നമ്മളെല്ലാം പലതും പഠിപ്പിച്ചല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാലിക് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റാത്തൊരു സിനിമയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി വീടുകളിൽ ഇരിക്കുന്ന സമയത്ത് വെറും 14 പേരെ കൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കാം എന്ന് എനിക്ക് തോന്നി. ഓക്കെ, അത്രയും പേര് മതി ആക്റ്റീവായിട്ടൊരു സിനിമ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതൊരു വലിയ ചാലഞ്ചായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു ജൂണിലൊക്കെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഒരു ഏപ്രിൽ മാസമൊക്കെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് തുടങ്ങുന്നത്. ഓക്കെ, ഇങ്ങനൊരു സിനിമ ചെയ്യാം, കാരണം എല്ലാവരും ഡിപ്രസ്ഡാണ്. പക്ഷേ ജൂൺ മാസത്തിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഏപ്രിൽ മാസത്തിൽ ആലോചിച്ചു. മെയ് മാസത്തിൽ ഞങ്ങളതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലേക്കൊക്കെ കടന്നു. ജൂണിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തുടങ്ങി. സെപ്റ്റംബർ 1-ാം തീയതി ആമസോണിൽ ആ സിനിമ റിലീസാകുകയാണ്. അപ്പോൾ അത്രയും സ്പീഡിലാണ് ആ പടം വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായി അതെന്തോ ഒരു എനർജി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു പ്രക്രിയയുടെ ഫലമായിട്ട്. അപ്പം ആളുകളൊന്നും അല്ല, നമ്പർ ഓഫ് പീപ്പിളൊന്നും അല്ല കൗണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിരിക്കുന്ന എത്ര ലൈറ്റ് ഉണ്ട്, ഇത്രയും ലൈറ്റുകൾ, നമുക്ക് ഇത്രയും ലൈറ്റ് ഇല്ല ഒരു ലൈറ്റ് കൊണ്ടും സിനിമ ഉണ്ടാക്കാം എന്ന് തോന്നുന്ന മനുഷ്യരാണ്, ഒരുപാട് ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം കിട്ടുന്നതെല്ലാം നമുക്ക് സ്ട്രെങ്ത് ആക്കി മാറ്റുക എന്ന് പറയില്ലേ, അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് എന്തെങ്കിലും നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ പലതും അൺലേൺ ചെയ്ത് പുതിയതായിട്ട് എന്തെങ്കിലും ലേൺ ചെയ്യാനുണ്ടോ എന്നുള്ള ഒരു പ്രോസസ്സാണ് ആവശ്യം. ഇപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പം സിയു സൂണിന്റെ പ്രീ പ്രൊഡക്ഷന്റെ കാര്യം സാർ പറഞ്ഞു, അത് ഒരു കുറച്ച് ആളുകൾക്കിടയിൽ നിന്ന് സാറ് പിച്ച് ചെയ്ത ഒരു കാര്യം, അപ്പൊ നിങ്ങൾക്കിടയിൽ അതൊരു കഥയാക്കാം അല്ലെങ്കിൽ ഒരു സിനിമയാക്കാം എന്നൊരു തോട്ടും. അതുപോലെ തന്നെ സാർ ഒബ്സർവേഷൻ, ഇപ്പം അറിയിപ്പ് എന്ന സിനിമ ഇറങ്ങിയത് ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട് അതിൽ നിന്ന് ഒരു തോട്ട്, ഒരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ 2 ഘടകങ്ങളുമാണ് സിനിമയെ ബാധിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് വഴിതിരിക്കുന്നത്. അപ്പൊ സാറിന്
ചില ഫിലിം മേക്കേഴ്സ് ഒറ്റയ്ക്കിരുന്ന് കഥ എഴുതുന്നുണ്ട്. അപ്പം സാറിന്റെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒബ്സർവേഷൻ, ഇത് രണ്ടും എങ്ങനെയാണ് ഇത്രയും വർക്കിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത്? അതെ, അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു 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 കൂട്ടായ്മയാണിത് അൾട്ടിമേറ്റ്ലി. ആ കൂട്ടായ്മയുടെ പ്രോസസ്സിനകത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് പക്ഷേ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും തന്നെയാണ് അതിൻ്റെ ഓണർ. കാരണം അല്ലാതെ നമുക്കൊരു ഇതിനൊരു ഓണർഷിപ്പിനൊരു ഒരു ഒരു സംഭവം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവരാണ് ഇത് സൃഷ്ടിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതിലേക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടേക്ക് ഓഫിൻ്റെയൊക്കെ ചർച്ചകളുടെ സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്തോ ഷൂട്ടിൻ്റെ സമയത്തോ ഒക്കെ കണ്ട ഒരു വീഡിയോ ആണ് സീ യു സൂണിലെ ട്രിഗർ ചെയ്തത്. അപ്പോൾ ഈ സീ യു സൂണിലെ ട്രിഗർ ചെയ്ത സമയത്തും ഞാനത് മറന്നു. എന്നെ വേറൊരാൾ ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിക്കുന്നത് ചിലപ്പോൾ ആ പടത്തിൻ്റെ നിർമ്മാതാവ് തന്നെയാണ്, അതിൻ്റെ നടൻ തന്നെയാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളിങ്ങനൊരു കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു, ഇത് ഓർക്കുന്നുണ്ട് ഇപ്പോഴും, ഡു യു സ്റ്റിൽ ഹോൾഡ് ദാറ്റ് ഇൻട്രസ്റ്റ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ എൻ്റെ ഉള്ളിലും ആ ചോദ്യം കിടപ്പുണ്ടെങ്കിൽ, എന്നെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനകത്ത് ആ വീഡിയോൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഓക്കെ, അത് ഒരു പെർട്ടിക്കുലർ അവസ്ഥയിൽ ഒരു വ്യക്തി വളരെ സ്വന്തം ദൃശ്യം എടുത്ത് വേറൊരാൾക്ക് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള വീഡിയോ സ്ക്രീൻ ബേസ്ഡ് ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പോസിബിലിറ്റിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അപ്പം ഇത് അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇത്രയും പേര് മതി നമുക്കപ്പോൾ. അന്ന് ഗവൺമെൻറ് ഗൈഡ് ലൈൻ ഒന്നും ഉണ്ടായിട്ടില്ല, എത്ര പേര് വേണം സിനിമ ഷൂട്ടിംഗ് ഒന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുകയാണ് 15 പേരെ കൊണ്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ ലൊക്കേഷൻ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നൊരു വ്യക്തി, അയാൾക്ക് പൊക്കം ഹൈറ്റ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് ബൂം ഓപ്പറേറ്റ് ചെയ്യുന്നത്, അയാൾ തന്നെയാണ് ലൈറ്റ് മാനും. അങ്ങനെയാണ് മൾട്ടി ടാസ്കിങ് ആണ്, പലർക്കും പല ജോലികൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു സിനിമോഗ്രാഫറായിട്ടൊരു വ്യക്തി, ഇന്നൊരു വ്യക്തി ഒരു ലൊക്കേഷനിലുണ്ടെങ്കിൽ പോലും അയാളെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ അതിന് കൂടെ തന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു മോണിറ്ററുണ്ട്. ആ മോണിറ്ററിൽ ഞാൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് ഫോക്കസിൻ്റെ ഒരു റിംഗ് കൂടെ തരികയാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ ഫോക്കസും കൂടെ പുള്ളി ചെയ്യാണ്. ടേക്ക് നോക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഫോക്കസും പുള്ളി ചെയ്യാണ്. ഇതെല്ലാം നമ്മൾ പഠിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇനി അങ്ങോട്ട് ലേണിംഗ് നിർത്താതെ തുടരണം, കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ഒരു നമ്പർ ഓഫ് പീപ്പിൾ അല്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം AI ഒക്കെ വരുന്ന സമയത്ത് എത്രയോ ആളുകളുടെ, ഇപ്പോൾ ഗ്രാഫിക് ആർട്ടിസ്റ്റുകളായിട്ടുള്ള എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വർഷങ്ങളായിട്ട് എടുത്ത് മെനക്കെട്ട വർക്ക്, അവരുടെ വർക്ക് വളരെ വെറും ഒരു ടെക്സ്റ്റിൻ്റെ കമാൻഡ് കൊണ്ട് ഉണ്ടായി വരികയാണ്. അപ്പോൾ അവർ ഇത്രയും വർഷം എടുത്ത ബ്രഷിൻ്റെ സ്ട്രോക്കിൻ്റെ പാറ്റേൺ, അവരെടുത്ത ക്രാഫ്റ്റ്, അപ്പം അവർ ചിന്തിക്കുകയാണ് ഇതെന്താണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പം ഇതിനെ അഡാപ്റ്റ് ചെയ്യണം, നമ്മളെല്ലാ കാര്യത്തിനും നമ്മൾ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളത് ആ മനസ്സാണ് നമുക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, പഠിക്കാൻ കൂടുതൽ സമയം മെനക്കെടുത്ത്. സാർ, ഇപ്പം ഒരു ഫിലിം മേക്കറിന് സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റിനോട് സാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. അപ്പം മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ ചേരികൾ, മതചേരികൾ, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡാവാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നത് ഹ്യൂമൻ ടു ഹ്യൂമൻ നടക്കേണ്ട. അപ്പം നമ്മുടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിനിമ അത് ഒരു സ്ഥലത്ത് കിടക്കാൻ പോവുക, വർഷങ്ങളായിട്ട് അവിടെ കിടക്കാൻ പോവുക. അതിപ്പോൾ കാരണം ഒരു സിനിമ ഇപ്പം തിയേറ്റർ ചെയ്യുന്ന പോലെയല്ല. തിയേറ്ററിൽ നമുക്കൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അരങ്ങിൽ നിൽക്കുന്ന ആളുകൾക്ക് അണിയറ പ്രവർത്തകരുടെ അണിയറ എന്ന് ഉദ്ദേശിക്കുന്ന ബാക്ക് സ്റ്റേജിലുള്ള ആളുകളുടെ പ്രചോദനത്തോടു കൂടി കാഴ്ചക്കാരുടെ രീതിക്കനുസരിച്ച് ഇതിനെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. സിനിമയ്ക്ക് അങ്ങനെ പറ്റില്ല. സിനിമ വൺസ് ഇറ്റ്സ് മെയ്ഡ് അത്രയേ ഉള്ളൂ, അവിടെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പല ആവർത്തി നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഓക്കെ ഇതെന്തിനാണ് ഞാൻ സിനിമയാക്കേണ്ടത്, ഇതെന്തിനാണ് ഞാനിത് പറയേണ്ടത്. അപ്പോൾ ആ പറയേണ്ടത് എനിക്ക് പറയണം തോന്നി ഞാൻ പറയണം. അല്ലാതെ അതിനകത്ത് ഇന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് LGBT ഞാൻ ക്യൂറേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സാധനം ഞാൻ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ടിക്ക് മാർക്ക് ചെയ്ത് എനിക്കൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ സിനിമ ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പുമാണ്. അങ്ങനെ സിനിമ ചെയ്യുന്നതിന് ഞാൻ യോജിക്കുന്നുമില്ല. ഈ നേരെ മറിച്ച് മനുഷ്യരുടെ സിനിമ, മനുഷ്യരുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, കൃത്യമായി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ ഓണസ്റ്റായി പറയാൻ പറ്റുന്നത് ചിലപ്പോൾ വേറെ തരത്തിലായിരിക്കാം. ചിലപ്പോൾ ചില തരത്തിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള റെഫറൻസുകളും അത്തരം ഇൻപുട്ടുകളും ഒക്കെ വെച്ചിട്ടായിരിക്കാം അത് ഈ പറഞ്ഞ പോലെ സിനിമയുടെ
വാണിജ്യപരമായിട്ടുള്ള വസ്തുക്കളുണ്ട്. കാരണം ഡെഫിനറ്റ്ലി ഇതൊരു എക്സ്പെൻസീവ് മീഡിയമാണ്. അപ്പോൾ അതിനകത്ത് കാശ് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നൊരു മുടക്ക് മുതൽ തിരിച്ച് കിട്ടുക എന്ന് പറയുന്നൊരു വലിയ കാര്യം ഇതിനകത്ത് ബാക്ക് ഓഫ് ദ മൈൻഡ് ഓടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് അതിനകത്തുകൂടി ഒരു കഥ പറയാൻ പറ്റില്ലേ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രേ ഉള്ളൂ. സാർ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ പക്ഷെ ഇപ്പോൾ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഇത് കുറച്ച് നാൾ മുമ്പത്തെ കുറച്ച് കാര്യമാണ്. അത് അർജുൻ റെഡ്ഡി പോലത്തെ ഒരു മൂവി, അതിനകത്ത് പക്ഷെ ഗ്ലോറിഫിക്കേഷൻ ആണല്ലോ അല്ലെ, അതിനെയല്ലേ നമ്മൾ മാറ്റി നിർത്തേണ്ടത്. പക്ഷെ ആ ഒരു ഗ്രേ ഷെയ്ഡിലുള്ള മാൻ അത് തന്നെയാണ് നമ്മുടെ ക്യാരക്ടർ. ഞാൻ പറയുന്നത് മനുഷ്യൻ എപ്പോഴും ഏതെങ്കിലും ഒരു കാലത്ത് മനുഷ്യനെ നമുക്ക് ബ്ലാക്ക് എന്നും വൈറ്റ് എന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പോഴും പറയുന്നുണ്ട് ഹീസ് എ ബോൺ ക്രിമിനൽ. എങ്ങനെയാണ് ഈ ബോൺ ക്രിമിനൽ? എന്താണ് ഉണ്ടായി വരുന്ന സമയത്ത് അവൻ്റെ DNA അകത്ത് അല്ലെങ്കിൽ അവൻ്റെ ജീനിനകത്ത് ക്രിമിനൽ ജീൻ എന്നൊരു ജീനുണ്ടോ? അതിന് ജീനില്ല. അതിനൊരു സാഹചര്യം ഉണ്ടാവും. അതിന് എന്തൊക്കെയോ സർക്കംസ്റ്റാൻസിലൂടെ ആയിരിക്കും ഇത് കടന്നു പോയിരിക്കുന്നത്. അപ്പം അതിനകത്ത് മനുഷ്യൻ എപ്പോഴും എല്ലാ കാലത്തും സ്വാർത്ഥരാണ്, അല്ലേ? പലതരത്തിൽ സെൽഫിഷാണ്, പലതരത്തിലുള്ള മോട്ടീവിൽ അഗ്രസീവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായ നന്മയുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനില്ല. കൃത്യമായ തിന്മയുള്ളൊരു മനുഷ്യൻ അങ്ങനെയില്ല. ഇതെല്ലാം കൂടെ കലർന്ന ഗ്രഡേഷൻസ് ആണ്. നമ്മൾ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ, നമ്മൾ പലതരത്തിലുള്ള ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ബ്ലാക്ക് നിർമ്മിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഈ ബ്ലാക്കിനകത്ത് തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രേ എനിക്ക് കാണാം. അപ്പോൾ ഇത് തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സും. അപ്പോൾ അതിനെ നമ്മൾ എത്രത്തോളം എന്താ പറയുന്നത്, എത്രത്തോളം നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ അതിനോട് അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ എത്തിക്കുന്ന സമയത്ത്, നമ്മൾ സ്ക്രീനിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഡിബേറ്റ് ചെയ്യാൻ ഒരുപാട് മനുഷ്യരുണ്ടാവും. കാരണം ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റാ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സത്യസന്ധമായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് ഇപ്പം ഞാൻ പറയുന്ന ഒരു രാജ്യത്തെ തീവ്രവാദി മറ്റൊരു രാജ്യത്തെ വിപ്ലവകാരിയാണ് എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ ശരിയെന്ന് തോന്നും, വേറൊരാൾക്ക് ചിലപ്പോൾ തെറ്റായി. പക്ഷെ ആ ഡിബേറ്റ് ഉണ്ടാവണം, ഹെൽത്തി ഡിബേറ്റ് ഉണ്ടാവണം. ഇതിനകത്ത് ഈ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞു, അതിനെ ഇങ്ങനെ ആക്കി, അതിനെ ഇങ്ങനെ സംഭവിച്ചു, അതിനെ എന്താ പറയുന്നത്, അത് അവരുടെ കച്ചവട രീതി, അതൊരു പ്രത്യേക വിഭാഗക്കാരുടെ കച്ചവടം. അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കതിനകത്ത് ഇതിനകത്തും ആർട്ടുണ്ട്. ആ ആർട്ടിനെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റുന്നുണ്ടോ? അത്രേ ഉള്ളൂ. സോറി, ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള മേഖലയാണ് സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതായത് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫിലിം മേക്കറിന് ഒരു സ്വന്തം കലയോട് ഒരു ആത്മാർത്ഥത പുലർത്താൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് കെട്ടഴിച്ച് പുറത്തു ചാടി ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ കാലങ്ങൾക്ക് ശേഷവും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ടും അതുപോലെ തന്നെ ലോകോത്തര സിനിമയായിട്ടും ഇപ്പം നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പം അത് അവിടെ തീർന്നു പെട്ടെന്ന്. പക്ഷെ ഇപ്പം സാറിന്റെ സിനിമകളാണെങ്കിലും അതെല്ലാം കാലങ്ങൾക്ക് ശേഷം ചർച്ച ചെയ്യുന്നു. ഇപ്പം ഒന്നിനെയും പേടിക്കാതെ സാമൂഹിക സ്ട്രക്ചറിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം എന്താ പറയാ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് അപ്പുറത്ത് കിടക്കുന്നതാണ്. അപ്പം പക്ഷെ ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാർ ഫിലിം മേക്കേഴ്സ് പോലും ചിന്തിക്കാത്ത അർത്ഥതലങ്ങൾ കണ്ടെത്തി ഇത് അങ്ങനെയാണ്, നിങ്ങൾ അതിനെ വളച്ചെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾ സാറിന്റെ വർക്കിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ? വർക്ക് ബാക്ക് ഔട്ട് അല്ലേ ഞാൻ പറയുന്നത്. ഒരു സിനിമ ഒരു വർക്ക് ഓഫ് ആർട്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ക്രിയേറ്റ് എ ഡിബേറ്റ്, ഡയലോഗ് ഉണ്ടാവണം, മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറണം. സിനിമ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഉപാധിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് സിനിമ ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള മീഡിയമായിട്ട് മനുഷ്യർക്ക് തോന്നുന്നുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ്? അതിനകത്ത് കാരണം there are stars involved, there is glamour involved, there is kind of എന്താ പറയുന്നത് ഒരു എല്ലാ തരത്തിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ആളുകൾ ഉറ്റുനോക്കുന്ന, ആളുകൾക്ക് അട്രാക്ഷൻ കിട്ടുന്ന ഒരു സ്പെക്ട്രത്തിലുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ BBC ഒരു ഡോക്യുമെൻ്ററി ഇവിടെ ചെയ്യുന്നു, അത് നമ്മുടെ ഭരണകൂടം ബാൻ ചെയ്യുന്നു. ഈ BBC മുൻപേ ഈ പറഞ്ഞ വിഷയത്തിനെ കുറിച്ച് യൂട്യൂബിൽ ആനന്ദ് ബഡ്വർത്തനെ പോലുള്ള ആളുകൾ ഡോക്യുമെൻ്ററി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, രാകേഷ് ശർമ്മ പോലുള്ള. അതിനെക്കുറിച്ചൊന്നും ആൾക്കാർക്ക് കാരണം അതിന് വിസിബിലിറ്റി, കാരണം അത് BBC അല്ല, അതൊരു ഇൻഡിപെൻഡന്റ് വ്യക്തിയാണ്. അവരെന്ത് ചെയ്താലും ആൾക്കാർക്ക് കാരണം അതിന് കാണാൻ പ്രേക്ഷകരില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്ന നേച്ചറിൽ ആ ഡോക്യുമെൻ്ററിക്ക് കിട്ടുന്ന വിസിബിലിറ്റി വളരെ കുറച്ചേ ഉണ്ടാവുമെങ്കിൽ മെയിൻ സ്ട്രീം സിനിമയ്ക്ക് കിട്ടുന്ന മെയിൻ സ്ട്രീം സിനിമയിൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, കാരണം അതിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടുകയാണ്. അതുകൊണ്ട് ചർച്ച ഉണ്ടാവുന്നു, ഡിബേറ്റ് ഉണ്ടാവുന്നു, നല്ലതാണ്. പക്ഷേ നേരെ മറിച്ച് ഈ സാധനത്തിനകത്ത്
മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് അകത്ത് നമ്മൾ സംസാരിക്കുന്ന പല വിഷയങ്ങൾക്കും ആളുകൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രേക്ഷകരായിട്ട് നിൽക്കുന്ന ആളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്ന മനുഷ്യർ എവിടെയെങ്കിലും തരത്തിൽ അതിനൊരു ടേക്ക് അവേ, ഞാൻ പറയുന്ന വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മളൊന്ന് തിരിച്ചാലോചിക്കുമ്പോഴോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലേ എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രയും മതി എനിക്ക്. അതിലൊരു സന്തോഷമുണ്ട്. അതിലെന്തോ നമുക്കൊരു ഒരു അച്ചീവ്മെൻ്റ് ഒന്നുമില്ല. ഞാൻ പറയുന്നത് ഇതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയണം, അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം പറയണം, ഇത് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കും, അത് നമ്മൾ അതിന് നമുക്ക് മുദ്രാവാക്യം എഴുതി വെച്ചാൽ പോലെ, അത്രയല്ലേ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെയൊക്കെ ഫേസ്ബുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ്? പണ്ടത്തെ ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവരും ഓരോരോ പത്രം നടത്തുകയാണ്. നിങ്ങളൊരു പത്രം നടത്തുന്നു, ഞാനൊരു പത്രം നടത്തുന്നു, ഇവിടെ നിൽക്കുന്ന പലരും ഓരോ പത്രം നടത്തുകയാണ്. അവരവരുടെ വാർത്തകൾ, നിങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മളെല്ലാവരും കളക്റ്റീവായിട്ട് കാണാതെ പോയ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ചർച്ച, ഒരു ചെറിയ ആ ചർച്ച ഇന്റേണലി നടന്നാൽ പോലും ഓക്കെയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യണമെന്ന് പോലും ഇല്ല. നമ്മളുടെ ഉള്ളിൽ തന്നെ അത് ചർച്ചയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളാണ് ഞാൻ. സാർ, ശ്യാം പുഷ്കറിന്റെ എഴുത്തിനെ പറ്റി സാർ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂല്. എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കഥകൾ പോലും പഞ്ഞി പോലെ ഭയങ്കര ലൈറ്റ് ആയിട്ട് നറേറ്റ് ചെയ്യുന്ന ഒരു ആളാണ് ശ്യാം പുഷ്കർ എന്ന്. പക്ഷെ സാറിന്റെ വർക്ക് നോക്കുവാണെങ്കിൽ മാലിക്, ടേക്ക് ഓഫ്, അതുപോലെ തന്നെ മലയൻ കുഞ്ഞ്, അറിയിപ്പ്, ഇതെല്ലാം ഹെവി കണ്ടന്റ്, നമ്മുടെ പ്രേക്ഷകർ ഭയങ്കര പിരിമുറുക്കത്തോടുകൂടി ഇരിക്കുന്ന ഒരു സിനിമകളാണ്. അപ്പം ഇനി വരുന്ന വർക്കിൽ എപ്പോഴെങ്കിലും ഇനി ലൈറ്റർ ആയിട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, അത് വ്യക്തി ട്രൂലി ആർട്ടിസ്റ്റുകളുടെ കോളാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരാള് ഒരു ക്രിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായിട്ട് നിൽക്കുന്ന ഒരാൾ, അയാൾ കണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ അയാൾ എങ്ങനെയാണ് വിഷയങ്ങളെ കാണുന്ന രീതി, അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മളെല്ലാം അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്യുന്ന എഴുത്തുകാരൻ ആയിട്ടുള്ള എം ടി സാറ് എഴുതുന്ന തിരക്കഥകൾക്ക് എം ടി സാറ് പാത്രം അറിഞ്ഞ് വിളമ്പുന്നൊരു മനുഷ്യനാണ്. അതായത് ഇപ്പം അവിശേഷിയുടേതായിട്ടുള്ള തിരക്കഥകളാണ്. നേരെ മറിച്ച് ഭരതനാണെങ്കിൽ ഭരതന് വേണ്ടിയിട്ടുള്ള തിരക്കഥകളാണ്. ഇത് പത്മനാഭൻ സാറും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തിരക്കഥ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭാഷകൾക്ക് പോലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ആ ഒരു രീതി എല്ലാ കലാകാരന്മാർക്കും ആ ഒരു ബാൻഡ് വിഡ്ത്ത് കിട്ടണമെന്നില്ല. നമ്മുടെ അങ്ങനെ ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു നേച്ചർ, ഇത് ഇന്ന രീതിക്കാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അധികം മറയും ലിമിറ്റേഷനും ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടുക, അതാണ് ഏറ്റവും വലിയ ലിബറേറ്റഡ് ആക്കുന്നത്, ഒരു ആർട്ടിസ്റ്റിനെ ലിബറേറ്റഡ് ആക്കുന്നത്. നേരെ മറിച്ച് ഇപ്പം ശ്യാമിൻ്റെ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഞാൻ കാണുന്ന ശ്യാം മാത്രമല്ല കേട്ടോ, അതുപോലെ കണ്ടംപററി ആയിട്ടുള്ള പല റൈറ്റേഴ്സിനും അങ്ങനെ വലിയ കാര്യങ്ങൾക്ക്, കാരണം നമുക്ക് എപ്പോഴും നമ്മളുടെ പ്രേക്ഷകർക്ക്, തിയേറ്ററിലേക്ക് വരുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഹുക്ക് ചെയ്യേണ്ട ചില അട്രാക്ഷൻ പോയിന്റുകളുണ്ട്. അത് ചിലപ്പോൾ നർമ്മമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് സറ്റയർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫോമിലുള്ള ചില മാറ്റങ്ങളായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. അതിനെ ഹുക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് എഴുത്തുകാരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ ഒരു ചൂണ്ട ഇട്ട് കൊടുക്കുന്ന പോലെ. അതിനുള്ള ഒരു മിടുക്ക് അത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒട്ടും എന്താ പറയുക ലൈറ്റർ മൊമെന്റ്സ് ഇല്ലാതെ ഭയങ്കര പിരിമുറുക്കത്തിൽ കാണേണ്ട ചില സിനിമകൾക്ക് ചിലപ്പോൾ ആളുകൾക്ക് ആവേശം ഉണ്ടാവും. ഓക്കെ, ഇതിങ്ങനെ കണ്ടിരിക്കണോ എന്നുള്ള തോന്നുന്നൊരു സംഭവം ഉണ്ടാവും. അത് ഡിപ്പെൻഡ്സ് ഓൺ വിഷയങ്ങളാണ്. സാർ കഥ എഴുതുമ്പോഴും തിരക്കഥ എഴുതുമ്പോഴും സംവിധാനം ചെയ്യുമ്പോഴും അതൊക്കെ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാ, അതായത് എഡിറ്റിംഗ് എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, എഴുത്തുകാരൻ തിരക്കഥ എഴുതുന്ന ഒരാൾ തിരക്കഥ എന്ന് പറയുന്ന ഫോർമാറ്റ് തന്നെ എഡിറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു ഫോർമാറ്റാണ്. കാരണം എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് ഏതൊരു തിരക്കഥാകൃത്തിനും കൃത്യമായ ഒരു എഡിറ്ററുടെ ബോധം ഉള്ള ഒരാളാണ്. കാരണം ഇതെവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഈ പ്രതലം എവിടെയാണ്, ഇതെങ്ങോട്ടാണ് പറഞ്ഞു വെക്കുന്നത്, ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു താളം ആദ്യം നിയന്ത്രിക്കുന്നത് എഴുത്തുകാരൻ തന്നെയാണ്. അത് തിരക്കഥാകൃത്താണ്, ഞാൻ പറഞ്ഞ കഥ എഴുത്തുകാരനല്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരിക്കലും തിരക്കഥയെ ഞാൻ ലിറ്റററി വർക്കായിട്ട് വിളിക്കാത്തത്. ഞാൻ കഥയെ നമുക്ക് വിളിക്കാം, ഫിക്ഷനും നോൺ ഫിക്ഷനെയും നമുക്ക് വിളിക്കാം, ലിറ്റററി വർക്കായിട്ട് വിളിക്കാം. കാരണം അതിനകത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഓർഗാനിക് നേച്ചറുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇത് പലപ്പോഴായിട്ട് ഒരു ഡ്രാഫ്റ്റിൽ നിന്ന് അടുത്ത ഡ്രാഫ്റ്റിലോട്ട് മാറി പോകുമ്പോഴേക്കും പലതരത്തിലുള്ള കോമ്പിനേഷനുകളിലാണ് ഇതുണ്ടാക്കി വരുന്നത്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ സാധനം എന്താ പറയുന്നത്, ഒരു വീടുണ്ടാക്കാനുള്ള ബ്ലൂ പ്രിന്റ് പോലെ, ഒരു പ്ലാൻ പോലെ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനകത്ത്
ചിലപ്പോൾ ആളുകൾ എനിക്കറിയാവുന്ന ഒരുപാട് സംവിധായകർ പറയാറുണ്ട് എനിക്ക് ഭാഷയില്ല എഴുതാനുള്ള. ഞാൻ ചോദിക്കാറുണ്ട് എഴുതാൻ എന്തിനാ ഭാഷ? ഭാഷയുടെ ആവശ്യമില്ല, നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ എഴുതിയാൽ പോരെ, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അന്യോന്യം മനസ്സിലാകാനാണല്ലോ എന്താണ് ഇരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ എഡിറ്റിങ്ങിൻ്റെ മേഖലകളിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സഹായം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ അധികം കുറച്ചുകൂടെ കൃത്യതയോടുകൂടി ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു ഒരു കാര്യക്ഷമത എനിക്ക് ആ ഒരു ടെക്നിക്കൽ സൈഡ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും പറഞ്ഞാൽ മതി, പക്ഷെ അത്രയും പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടെ ഒക്കെ പറയേണ്ട ആവശ്യം. പോസ്റ്റ് പ്രൊഡക്ഷനിലാണോ തോന്നുന്നത്? അല്ല, അത് എടുത്ത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവാറുണ്ട് പലപ്പോഴും. പക്ഷെ അത് പിന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അത് റെക്ടിഫിക്കേഷൻ പോസിബിൾ അല്ല. പക്ഷെ അതിനെ എന്താ പറയുന്നത്, അതിനൊരു കുറച്ച് ടീം മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളോട് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇത് കുറച്ചുകൂടെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. അത് പിന്നെ ഇത് ഈ ഒരു ലേണിംഗ് ആണല്ലോ, ഇത് കുറെ കൂടെ കഴിയുമ്പോഴാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി വരുന്നത്. ഓക്കെ സാർ, സാറിന്റെ ജീവിതം സിനിമയാണെന്ന് ഉറപ്പിച്ച ആ ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ സ്വാധീനം ചെയ്തെങ്കിലും ഒരു സിനിമയോ? ഇൻസിഡന്റ് അല്ല, അത് നഗരമാണ്. തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരമാണ്. കാരണം ആ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ചുമ്മാ നമ്മൾ റോഡിലോട്ട് തിരുവനന്തപുരം നഗരത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും ഫിലിം ഫെസ്റ്റിവൽസ് ആയിരുന്നു. എവിടെ തിരിഞ്ഞാലും നമുക്ക് സിനിമ കാണാനുള്ള ഒരു അരീന തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ചലച്ചിത്രയുടെ ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, സൂര്യയുടെ ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, അക്കാഡമിയുടെ ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, പല തരത്തിലുള്ള ഓഡിറ്റോറിയങ്ങൾ പലതാണ്. ഇപ്പം ടാഗോർ, ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും സിനിമ പ്രദർശിപ്പിച്ചു. അപ്പം ആ ഒരു സ്ഥലത്ത് നമ്മളെപ്പോഴോ അറിയാണ്ട് നമ്മൾ ആ ഒരു ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കുറച്ചധികം വ്യക്തികളോട് ചില വ്യക്തികളുണ്ടാവുമല്ലോ, അവരുടെ ഒരു സ്വാധീന ശക്തി നമ്മളിലേക്ക് വരും. അത് ആ നഗരത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ സാർ, ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും സാറിന്റെ വർക്കുകളിലും ഉള്ളൊരു കോ പാർട്ണർ എന്ന് വേണമെങ്കിൽ പറയാം ഫഹദ് ഫാസിൽ. വൈ ഫഹദ് എന്ന് ചോദിക്കുകയാണെങ്കിൽ? ഇല്ല, അങ്ങനെ ഫഹദ് എല്ലാ പ്രാവശ്യവും ഇല്ല കേട്ടോ, എല്ലാ തരത്തിലും ഇല്ലെന്ന് എനിക്ക്. കാരണം ഇപ്പോൾ ടേക്ക് ഓഫിൽ ഫഹദ് ആ സിനിമ സംഭവിക്കാൻ വേണ്ടി വന്ന വ്യക്തി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ മാലിക് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചൊരു സിനിമയാണ്. ഒരു പക്ഷേ ഞാൻ സംവിധായകനാവണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഫഹദ് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു 2011 മുതൽ ഫഹദ് എനിക്ക് വേണ്ടി പല നിർമ്മാതാക്കൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. പക്ഷെ അത് സംഭവിച്ച് വളരെ പിന്നീടാണ്. പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഒരു നമുക്ക് പെട്ടെന്ന് നമുക്കൊരു കഥ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വ്യക്തികൾ, അതിപ്പോൾ ചാക്കോച്ചനായാലും ഒക്കെ പല ആളുകളും ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഇന്ന വ്യക്തി എന്നുള്ളതില്ല. അത് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചധികമാണ്. അപ്പോൾ അത് ഇപ്പോൾ ചില ആളുകളുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ഐഡിയ ലെവലിൽ മാത്രം പോയാൽ മതി. ചിലപ്പോൾ ചില ആളുകളുടെ അടുത്ത് പൂർണ്ണമായും തിരക്കഥ. ഞാൻ ഒരുപാട് ഇൻസെക്യൂർഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. കാരണം എനിക്കൊരു ആക്ടറുടെ അടുത്ത് പോകുമ്പോഴോ, അത് ഏത് തരത്തിലാണെങ്കിലും, ഒരു നിർമ്മാതാവിൻ്റെ അടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ അടുത്ത് പോകുമ്പോഴോ എനിക്ക് പൂർണ്ണമായും തിരക്കഥ നറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു വാശിയുള്ള ഒരാളാണ്. കാരണം അത് വൺ ലൈനിൽ പറഞ്ഞാൽ എൻ്റെ കഥ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു, ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ചില സമയത്ത് ചില കഥകൾ പിച്ച് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ബൗൺസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചില സുഹൃത്തുക്കൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഫഹദ്. അപ്പോൾ പലപ്പോഴും എൻ്റെ ബൗണ്ടറീസ് പുഷ് ചെയ്യണം. ഇപ്പം ഫഹദ് അഭിനയിക്കാത്ത സിനിമകൾ പോലും ഫഹദ് കേട്ടിട്ടുണ്ടാവും. ഞാൻ പറയും, ഇപ്പോൾ അറിയിപ്പ് പോലും ഫഹദ് ആദ്യം കേട്ടതാണ്. അത് അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എന്ത് തരത്തിലേക്കാണ് പോകുന്നത്, ഞാൻ എങ്ങോട്ടാണ് ഇതിനെ പോകാൻ പോകുന്നത്, ഞാൻ എന്തിലേക്കാണ് എൻ്റെ. അപ്പോൾ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്തു തന്നെ പിന്നെയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അടുത്തയിലേക്ക് മാറണം. ഇനിയും ചിലപ്പോൾ ഞങ്ങൾ വേറെ എന്തെങ്കിലും ആലോചിക്കുമ്പോഴും ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്തു തന്നെ പിന്നെയും ചെയ്തിട്ട് എന്ത് കാര്യം? അതിൽ പ്രത്യേകിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സർ, അവസാനമായിട്ടൊരു ചോദ്യം. മഹേഷ് നാരായൺ എന്ന ഫിലിം മേക്കറിനെ ആ ഒരു ക്യാമറയിലൂടെ അല്ലാതെ നോക്കുകയാണെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്നത് എന്താണ്? ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ കാലഘട്ടത്തിലും നമ്മളോട് ചേർന്ന് വന്നിരിക്കുന്ന മനുഷ്യർ, അതിപ്പം പലതരത്തിലായിരിക്കാം. അത് ആ മനുഷ്യർക്ക് നമ്മളുണ്ടാക്കുന്ന ഒത്തിരി സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനത്തോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കണ്ട സ്ഥലങ്ങൾ, ഇപ്പം ഞാൻ തിരുവനന്തപുരത്തിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ മദ്രാസിൽ പഠിച്ചെങ്കിൽ പോലും തിരിച്ച്
വീണ്ടും മദ്രാസിൽ എത്തുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് അയ്യോ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, നമ്മൾ അന്ന് കണ്ടില്ല. ഇത് പുതിയ അനുഭവങ്ങളാണ്, ഇത് നമ്മളിലേക്ക് വന്നു ചേരുക പല പല കാര്യങ്ങൾ. അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ചില കാര്യങ്ങളോട് തീരുമാനിച്ചുറച്ച് ഇതിലേക്ക് നയിച്ച് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊന്നും ചിന്തിക്കാത്ത വേറെ പല കാര്യങ്ങളായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളെ കുറച്ചുകൂടെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇതിലേക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഗിവ് അപ്പ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. ഈ പറഞ്ഞ പോലെ ഓക്കെ അതിൻ്റെ മാക്സിമം ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ നടക്കുന്നില്ല. പക്ഷെ ഒരു സ്റ്റേജ് വരെ നമ്മൾ എത്തുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു സ്റ്റേജ് വരെ അതിനകത്ത് അതെവിടെയോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും, ഇതിനകത്ത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യം മാത്രമല്ല, സമയവും മറ്റു കാര്യങ്ങളും എല്ലാം, അപ്പം നമുക്ക് എന്താണ് തിരിച്ച് കിട്ടാൻ പോകുന്നത്, അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എവിടേക്കോ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ നല്ല വശങ്ങൾ ഞാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇപ്പോൾ സിനിമ പരാജയമായിരിക്കാം, ആ പരാജയമൊന്നും അല്ല നമ്മളെ ബാധിക്കുന്നത്, നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ, അത് അറ്റൈൻ ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ഇത്രയും നേരം സിനിമയെ പറ്റിയും ജീവിതത്തെ പറ്റിയൊക്കെയുള്ള ഈ ഒരു ചർച്ച എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. സർ താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.